ഹലോ. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ശിവയിൽ തൊഴാൻ പോയിട്ടുള്ള എൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പറയണത്. നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഈ ടൈമിലാണ് പോവാറുള്ളത്. പകൽ പോകൽ ഭയങ്കര കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടൈമിൽ പോകുമ്പോൾ നല്ലൊരു ഫീലാണ്. ഇതുവരെ പോയിട്ടില്ലാത്തവർക്ക് അറിയില്ല, പോയവർക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടാവും. ഈ നൈറ്റത്തെ ശിവയിൽ തൊഴാൻ വേണ്ടി പോകുമ്പോൾ നല്ലൊരു ഫീലാണ്. ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് ഈ ഒരു ടൈം വെച്ച് പിടിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇപ്പോൾ നമ്മളിതേ മമ്മിയൂർ അമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലേക്ക് പോകണ വെച്ചാൽ മമ്മിയൂർ ഇറങ്ങി തൊഴുതിട്ടൊക്കെയാണ് പോവാറ്. പക്ഷേ ഇപ്പോൾ നൈറ്റായ കാരണം കൊണ്ട് നമ്മളവിടെ ഇറങ്ങാത്തതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന പോലെ ശിവയിൽ ടൈമിൽ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം വെച്ചാൽ നമുക്ക് ഈ ആനപ്പുറത്ത് വിഗ്രഹമൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിന്നാലെ നമുക്ക് നടന്ന് തൊഴാൻ പറ്റും, നമുക്ക് ഹരിരാമയൊക്കെ ചൊല്ലി നടക്കാൻ പറ്റും. അതേപോലെ തന്നെ ആ സമയത്ത് നമുക്ക് ദീപാരാധന ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്കൊക്കെ ദീപാരാധനയ്ക്ക് ചുറ്റിലും നമുക്ക് ചുറ്റുവിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് കത്തിക്കാനൊക്കെ പറ്റും അതിൻ്റെ കൂടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു ഫീലാണ്. എനിക്ക് എങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. നമുക്കിനിപ്പോൾ അഥവാ ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല തിരക്ക് കാരണം കൊണ്ട് എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ ശിവയിൽ തൊഴുതാലും ഉള്ളിൽ കയറി തൊഴുതേൻ്റെ അതേപോലത്തെ ബലായിലോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ടൈമിലാണ് മിക്കപ്പോഴും പോവാറുള്ളത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇന്ന് പോയതാണ്. പിന്നെ എനിക്ക് 8-ാം മാസം ആവുന്നതിൻ്റെ മുമ്പ് എല്ലാ അമ്പലങ്ങളും കവർ ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണം എനിക്ക് ഗുരുവായൂരും കൂടി പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് നേരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പൂൻ്റെ പിറന്നാളിൻ്റെ അന്ന് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അന്ന് എന്തൊരു പണിമുടക്കുണ്ടെന്ന് കേട്ടപ്പോൾ അന്നേക്ക് വെച്ചില്ല, നമ്മൾ ഇന്ന് തന്നെ വേഗം പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ വണ്ടി എപ്പോഴും പാർക്ക് ചെയ്യാറുള്ളത് ഈ മൾട്ടി ലെവൽ പാർക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി വയ്ക്കാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അപ്പുക്കുട്ടൻ വലിയ കാര്യത്തിൽ നമ്മളെ കൈയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നേരെ ഏട്ടൻ്റെ ഒക്കെ കയറി ഞാനും അമ്മയും ഏട്ടനും അപ്പുക്കുട്ടനും കൂട്ടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ്റെ അമ്മയൊന്നും വരണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റായ കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ വേഗം മൾട്ടി ലെവലിൽ നിന്നൊക്കെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മൾട്ടി ലെവലിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കല്യാണ മണ്ഡപത്തിൻ്റെ സൈഡിൽ കൂടി ഒരു വഴി ഉണ്ടാവാറുണ്ട്. അത് കൂടിയാണ് പോവാറുള്ളത്. ഇതിപ്പോൾ എന്തോ അവിടെ പണി നടക്കുന്ന കാരണം കൊണ്ട് തന്നെ അതിന് പോകാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടിയാണ് വെച്ചാൽ നമ്മൾ വേഗം എത്തൂട്ടോ അമ്പലത്തിൻ്റെ അവിടേക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയ്ക്കുള്ള ആ ഒരു നടയിൽ കൂടിയാണ് പോണത്. എനിക്കിവിടുത്തെ ശരിക്കും പറഞ്ഞാൽ കുറേ കാലങ്ങളായി ഞാൻ വരൽ തുടങ്ങിയിട്ട്. എങ്കിലും കൂടി എനിക്ക് ഈ കിഴക്കേ നട തെക്കേ നടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യത്തിൽ മനസ്സിലാവില്ല. ഞാനിങ്ങനെ മഞ്ജുലാലിൻ്റെ അവിടുത്തെ നട ഗുരുവായൂർ കേശവൻ്റെ അവിടുത്തെ നടാന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം ഉള്ളിൽ കയറി തൊഴുതു. ഇതേ പറഞ്ഞ പോലെ ചുറ്റുവിളക്കൊക്കെ കത്തിക്കാൻ പറ്റി, ശിവയിലൊക്കെ തൊഴുതു, ഉള്ളിലും കയറി തൊഴാൻ പറ്റി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഡാൻസിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും കൂടി ഇവരെന്തൊരു കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഈ ഒരു ടൈം വരെയൊക്കെ കാത്തു നിന്നിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തുനിന്നൊക്കെ വീണ്ടും തൊഴുതു. ഈ നട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ കല്യാണം നടന്നിട്ടുള്ള നടയാണല്ലോ അത്. അതുകൊണ്ട് എനിക്ക് പുറത്ത് കയറിയിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിച്ചു. മസാല ദോശ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ 10-11 മണിയാകുമ്പോൾ ഇങ്ങനൊരു മസാല ദോശ ഇങ്ങനെ കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ സമാധാനിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു റോഡിൻ്റെ വീഡിയോ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഇത്രയും കുറേ നാളായിട്ട് ഞാൻ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നാശകോശമായിട്ടായിരുന്നു കിടന്നിരുന്നത്. ഇപ്പോൾ എന്ത് രസമായി റോഡ് കാണാൻ. ഇപ്പോൾ ആ റോഡിൽ കൂടി നമ്മളിങ്ങനെ വണ്ടിയിൽ പോണേന്നും കൂടി തോന്നുന്നില്ല. അത്രയും സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ.